വിശപ്പിൻ്റെ വിളി വന്ന സമയം നോക്കിയപ്പോഴാണ് കേട്ടോ സമയം എന്തേ 1 മണിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കറിയും ഞാൻ വെച്ചിട്ടില്ല. ഞാൻ മാത്രം ഉള്ളെങ്കിൽ പിന്നെ വല്ല മുട്ട പൊരിച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇത് ഏട്ടനും കൂടി ഉണ്ട്. അപ്പോൾ ഏട്ടൻ പുറത്ത് പോയിട്ട് വരുമ്പോഴേക്ക് എനിക്ക് കറി റെഡിയാക്കണം. കുഞ്ഞിന് ഞാൻ എന്തേ അവളുടെ കസേരയിൽ അങ്ങോട്ട് ഇരുത്തി ഞാൻ എൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. മുട്ടക്കറിയാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലാൻ അങ്ങോട്ട് മാറ്റിയിട്ടാ. ഇത് എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് കടുക് ഇട്ട് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഇട്ട് നന്നായി വഴറ്റാൻ ആരംഭിച്ചു. അപ്പോഴാട്ടോ ചോറിൻ്റെ പരിപാടി നോക്കുന്നത്. ചോറ് വേഗം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് പൊടികളൊക്കെ ചേർത്തു കേട്ടോ. കയ്യിൽ കിട്ടിയ എല്ലാ പൊടികളും ഞാൻ ചേർത്തിട്ടുണ്ട്. ഏട്ടൻ എത്താറായോ എന്നറിയാൻ വേണ്ടി വിളിച്ചു വെച്ചപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു ചമ്മന്തിയും കൂടി അങ്ങോട്ട് റെഡിയാക്കാൻ വിചാരിച്ചു കേട്ടോ. മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു മാങ്ങ ചമ്മന്തി അങ്ങോട്ട് അരച്ചു. 3 കോഴിമുട്ട അങ്ങ് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് നന്നായി മിക്സ് ചെയ്യുക. വിശപ്പുള്ളത് കൊണ്ടാണോ കറിക്ക് ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും സംഭവം കിടുവായിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ വന്നു. ഞങ്ങളിതേ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറിക്ക് പേരെന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും മുട്ടക്കറിയും നമ്മുടെ മാങ്ങച്ചമ്മന്തിയും പിന്നെ ബീഫ് അച്ചാർ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് കറി എടുക്കുകയാണെങ്കിലും ബീഫ് അച്ചാർ മാറ്റി വെച്ചിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ ഊണ് കഴിച്ചു. അപ്പോൾ കുഞ്ഞെന്തേ ഇവിടെ കളിയൊക്കെ ആയിട്ട് നടക്കുക.